ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ ഒക്കെ ചേർത്തുള്ള ഒരു പുഴുക്കാണ്. ഇതിൻ്റെ കൂടെ ഒരു കാന്താരി ചമ്മന്തിയും കൂടെ ആയാൽ പിന്നെ പറയുകയും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടൊരു കലം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് അതിലേക്ക് കാച്ചിൽ, കപ്പ, ചേമ്പ്, പിന്നെ ചേന അതും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുന്നതിന് മുന്നേ നികക്ക വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് വഴറ്റണ്ട, കുറച്ചൊന്ന് വാടിയാൽ മതി. ഇനി കരിവേപ്പില ഇടാം. കുറച്ച് കൂടുതൽ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു പിടി കാന്താരി ഇട്ട് കൊടുക്കാം. എരി കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ചുവന്നുള്ളിയും കൂടുതൽ കരിവേപ്പില ഇടുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ വഴറ്റിയ കൂട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പിട്ട് നമുക്കതൊന്ന് അരച്ചുകൊണ്ട് വരാം. കാന്താരി ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പുഴുക്ക് വെന്ത് ആ വെള്ളമെല്ലാം ഊറ്റി ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഒരു പുഴുക്കും കാന്താരി ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു.